ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ബി.ജെ.പി. മകരവിളക്ക് ദിനത്തിൽ വീടുകളിൽ അയ്യപ്പ ജ്യോതി തെളിച്ച് പ്രതിഷേധിക്കും. ജനുവരി 14 മുതൽ സംസ്ഥാന വ്യാപകമായ ക്യാമ്പയിൻ നടത്തും. കേസിൽ ക്ഷേത്രം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢതന്ത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മകരവിളക്ക് ആ ദിനം ബി.ജെ.പി. എൻ.ഡി.എ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി. 14 തീയതി മുതൽ ഒരു ശക്തമായ എൻ.ഡി.എന്റെ ഒരു പ്രോഗ്രാം. ഇതിന്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും. ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPM-ന്റെയും കോൺഗ്രസിന്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണെന്നൊരു സംശയം. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ബി.ജെ.പി. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷമാണ് ഈ വിഷയത്തിൽ ബി.ജെ.പി. ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്? അജയ്, തീർച്ചയായും ഈ തന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബി.ജെ.പിയുടെ ഇന്നിപ്പോൾ അസന്നിഗ്ധമായി രാജീവ് ചന്ദ്രശേഖരും കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നു, പക്ഷെ മന്ത്രിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. ഇത് CPM-ന്റെ ഇരട്ടത്തപ്പ് നയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടി, ആ തിരിച്ചടി മറയ്ക്കാനുള്ള തന്ത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പി. ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടിയെ അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ 14 മുതൽ യുദ്ധത്തിൽ ഇപ്പോൾ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും. അയ്യപ്പ ജ്യോതി വീട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെല്ലാം തന്നെയും ഈ അയ്യപ്പ ജ്യോതി തെളിയിക്കും. അങ്ങനെ ഒരു അത്തരത്തിലൊരു പ്രതിഷേധ രീതിയിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് ഇപ്പോൾ ബി.ജെ.പി. ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടി അത് ഗൂഢാലോചനയുണ്ട്. 120B ഗൂഢാലോചന അടക്കമെല്ലാം ചുമത്തിയത് ഏത് ഘട്ടത്തിലാണെന്നും ഇവർ ചോദിക്കുന്നു. കെ സുരേന്ദ്രൻ പറയുന്നത് ഒരു സാമ്പത്തിക ലാഭം തന്ത്രി ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലില്ല, പക്ഷെ ആചാര ലംഘനം നടത്തിയെന്ന് പറയുന്നു. ഈ ആചാര ലംഘനം നടത്തിയെന്ന് എങ്ങനെ ഒരു SIT കണ്ടെത്താനാകും? ഇത് കൃത്യമായി ഈ മന്ത്രിമാരെ, പ്രത്യേകിച്ച് ഈ മന്ത്രിമാർ, വകുപ്പ് മന്ത്രി അടക്കം രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉയർത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ചിത്രം ഉയർത്തിക്കൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം. കോൺഗ്രസും CPM-ഉം ഒരുപോലെ ഇക്കാര്യത്തിൽ പ്രതികളാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ആളിക്കത്തിക്കാനുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. മാറിയിരിക്കുന്നത്. തന്ത്രിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് ബി.ജെ.പി. മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.